ഹലോ, മെക്സിക്കോയിലെ മോസ്റ്റ് കളർഫുൾ ഫെസ്റ്റിവലായ ഡേ ഓഫ് ഡെഡിനെ കുറിച്ചാണ് ഇന്നത്തെ വ്ലോഗ്. ഡേ ഓഫ് ഡെഡ് അല്ലെങ്കിൽ ഡിയാ ഡി ലോസ് മുർത്തോസ്. ഈ ഒരു ഡേ ആചരിക്കുന്നത് മരിച്ചുപോയ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഓർക്കാനും ആദരിക്കുവാനും വേണ്ടിയിട്ടാണ്. ഇത് നവംബർ 1 തൊട്ട് നവംബർ 2 വരെയാണ് ഇത് ആഘോഷിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് ആത്മാക്കളുടെ ദിവസം പോലെ തന്നെയുള്ള ഒരു ഒസ്പീഷ്യസ് ഡേ ആണ്. ചിലവരിത് ഹാലോവീനായിട്ടും ആഘോഷിക്കും. ഇന്ന് ഡേ ഓഫ് ഡെഡ് ആയതുകൊണ്ട് ഞങ്ങൾ പോയത് ട്ലാക്ക പ്ലാക്കയിലേക്കാണ്. ലാക്ക പ്ലേക്കയിലായിരിക്കും മെയിനായിട്ടും അന്നൊരു സെലിബ്രേഷൻ്റെ ഒരു മെയിൻ സെൻറ്റർ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞു ഇറങ്ങി നടക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ ചെന്നപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. അവിടുത്തെ ഡെക്കറേഷൻസും പ്രതിമകളൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. ചെന്നപ്പോൾ അവിടെ ഭയങ്കര ഫുൾ ഈ ജമന്തി പൂവിൻ്റെ ഡെക്കറേഷൻസും പാപ്പൽ പിക്കാഡോ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ കട്ടിങ് ക്രാഫ്റ്റ്സും ഒക്കെ കാണുമ്പോൾ പിന്നെ എന്ന് വിചാരിച്ചാൽ ഒന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ നിന്ന് ഇനി എങ്ങനെ ഇറങ്ങണേന്നായിരുന്നു ഞങ്ങൾ ആലോചിച്ചത്. പക്ഷേ ചുറ്റുപാട് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ലൊരു രസമുണ്ടാകും. ഈ ലാൻഡേൺസും പിന്നെ ഈ ചില സ്കെൽറ്റൺസ് അവരിങ്ങനെ അവരുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തൂക്കിയിട്ടുണ്ട് കേട്ടോ. അവരെ സംബന്ധിച്ച് സ്കള്ളെന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ പോലെയാണ്. സത്യം പറഞ്ഞ ഈ ഹാലോവീൻ്റെ ഡെക്കറേഷൻസും ഈ ഡിഷസൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് എങ്ങനെ ഇവർക്ക് കഴിക്കാൻ പറ്റുന്നത്, എന്തിനും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചിലവർ അവരെ മരിച്ചവരെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ സ്കള്ളിൻ്റെ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കാറുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയപ്പോഴേക്കും ഏകദേശം ഞങ്ങൾക്ക് സ്ഥലമൊക്കെ പിടികിട്ടി. അപ്പം എൻട്രാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെന്നപ്പോൾ തുടങ്ങി അവിടെ കുറേ സ്റ്റാളുകൾ, പിന്നെ മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് അവർ കുറേ ആൾക്കാരുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കടകളൊക്കെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഫുഡ് മേടിക്കാൻ പറ്റും, ചില ക്രാഫ്റ്റ്സ് മേടിക്കാൻ പറ്റും. പിന്നെ അവിടെ അല്ലാണ്ട് തന്നെ ഫാമിലീസിന് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള ഒരു സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അസ്ഥികൂടങ്ങൾ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് വെച്ചിരിക്കുന്ന സെക്ഷനുകൾ കാണാൻ പറ്റും. അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് അവിടെ ആഘോഷിക്കുന്ന എല്ലാവരും അസ്ഥികൂടങ്ങൾ പോലെ ഒരുങ്ങി വരും. മെയിനായിട്ട് ഫേസിൽ സ്കള്ളിൻ്റെ പെയിൻറ്റിങ് ഉണ്ടാവും. പിന്നെ ഡ്രസ്സ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മാക്സി ഡ്രസ്സ് വിത്ത് ബ്ലാക്ക് ലേസ്, പിന്നെ തലയിൽ ജമന്തി പൂവിൻ്റെ ഹെഡ് ബാൻഡൊക്കെ ഉണ്ടാവും. ഹെയർ അതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ധരിക്കുന്ന സ്ത്രീകളെ പറയുന്നതാണ് കത്രീൻസ് എന്ന് പറയുന്നത് ആണുങ്ങളായിരിക്കും. അവർ മെയിനായിട്ട് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് സ്യൂട്ടും പിന്നെ ഫേസ് പെയിൻറ്റിങ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് അവിടെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റാളുകളുണ്ട്. നല്ല പൈസ മേടിക്കും. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ധരിക്കാൻ പറ്റിയ ആക്സസറീസൊക്കെ മേടിക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ചിലവർ മരിച്ചവരുടെ ഓമൊക്കെ ആയിട്ടുള്ള അൾത്താരാസ്, അതിന് ഒഫ്രൻഡോസ് എന്ന് പറയും. അതായത് മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന റിലേറ്റീവ്സ് അവരുടെ പിക്ചേഴ്സ്, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ്സ്, പിന്നെ അവർ യൂസ് ചെയ്തിരിക്കുന്ന അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കും. അല്ലാണ്ട് തന്നെ പല പല കൾച്ചറൽ ആക്ടിവിറ്റീസും ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ എക്സിബിഷൻസ് ഒക്കെ നടക്കുന്ന പോലെയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഫുൾ സ്റ്റാർട്ട്. എന്താ ചെയ്യണം, ഇതിൻ്റെ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ പേപ്പർ കട്ട് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ഉണ്ട്. അതിനെയാണ് പാപ്പൽ പിക്കാഡോ എന്നാണ് പറയുന്നത്. അത് ഈ ഡേ ഓഫ് ഡെഡിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക തരം ക്രാഫ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ആ പിക്ചേഴ്സിൽ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞങ്ങളങ്ങനെ നടന്നു പോയപ്പോഴാണ് അവിടെ കുറേ പേര് സെൽഫി എടുക്കുന്നത് കണ്ടത്. അതായത് ഒരു ശവപ്പെട്ടിയുടെ ഉള്ളിൽ കയറിയിരുന്ന് നമ്മൾ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ മരിക്കുമ്പോൾ കിടക്കുന്ന പോലെ കിടന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ആരും എനിക്കും ഇങ്ങനെ ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു, പൈസയൊന്നും വേണ്ട. അപ്പം എന്തായാലും ചെന്നു, കയറി കിടന്നു, ഫോട്ടോ എടുത്തു. എനിക്കാണെങ്കിൽ ഫുൾ ചിരിയായിരുന്നു കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാലും എനിക്ക് പക്ഷേ ഉള്ളിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഈ ഒരു സമയത്ത് അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന മെയിനായിട്ടുള്ള പൂവ് നമ്മൾ കാണുന്നത് ജമന്തി പൂവാണ്. ജമന്തി പൂവിൻ്റെ മണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനൊരു പ്രത്യേകതര സ്മെല്ലല്ലേ. ആ ഒരു സ്മെല്ലും ചില ക്യാൻഡിൽസായിട്ട് പെയർ ചെയ്യുമ്പോൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് തിരിച്ച് ഭൂമിയിലേക്ക് വന്ന് കുറച്ച് നേരം റിലേറ്റീവ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ജമന്തി പൂവ് വെച്ച് ഇങ്ങനെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ ജമന്തി പൂവ് അല്ലാണ്ട് വേറെയും പല പൂക്കൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് ഈ ജമന്തി പൂവിൻ്റെ തന്നെ വേറെ വേഷൻസ് ഉണ്ട്. ക്രിസാന്തമം എന്ന് പറഞ്ഞിട്ട് പല കളറിലുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കോഴിപ്പൂവുണ്ട്. പിന്നെ ബൊക്കയിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാഡിയോളസ്, ഹൊയറി സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ഒരു പൂവ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ബൊക്കയിലൊക്കെ ഇപ്പോൾ എല്ലാ ബൊക്കയിലും ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ കുഞ്ഞു കുഞ്ഞു വെള്ളമുട്ട് പോലത്തെ പൂക്കൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഇനി അങ്ങോട്ട് നടക്കുമ്പോൾ ഫുൾ ഇതുപോലെയുള്ള സെറ്റിങ്സും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഫുൾ ആ സ്ട്രീറ്റ് മൊത്തം ഇങ്ങനെയാണ്.
ഈ ഒരു വിശ്വാസത്തെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കൊക്കോ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം കണ്ടാൽ മതി കേട്ടോ. ഒരു ആനിമേറ്റഡ് ഫിലിമാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ തൊട്ട് ചോദിക്കുന്ന കാര്യമാണ് ഈ സ്റ്റോളുകളൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് ഫേസ് പെയിന്റിങ് ചെയ്യണം. പക്ഷേ ഹസ്ബൻഡ് സമ്മതിക്കുന്നുണ്ടായില്ല. പിന്നെ അവസാനം ബ്ലാക്ക് മെയിൽ ചെയ്തപ്പോഴാണ് പുള്ളി സമ്മതിച്ചത്. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ ഏറ്റവും അവസാനം ഞങ്ങൾക്ക് വിശക്കൂല, കൊച്ചിന് വിശക്കൂല എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചൊരു ബ്രെഡാണ് ഇത്. ഇതെന്ന് പറയുന്നത് പാൻഡെ മൂർത്തോ എന്നാണ് പറയുന്നത്. ഡേ ഓഫ് ഡെഡിൻ്റെ ബ്രെഡാണ് കേട്ടോ. ഇത് ആക്ച്വലി ഈസ്റ്റും ഫ്ലോറും സിസമി സീഡ്സും പിന്നെ ഓറഞ്ച് ഫ്ലവർ വാട്ടർ, അത് അവരുടെ മാർക്കറ്റിൽ കിട്ടുന്ന പ്രത്യേക രീതിയിൽ അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബ്രെഡാണ്. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ട് പോകണം, ഏത് ഡയറക്ഷനിൽ പോയാൽ വീട്ടിലേക്ക് പോകുന്ന ഒരു ടെൻഷനാണ്. പിന്നെ ചോദിച്ച് എങ്ങനെയൊക്കെയോ ബസ് സ്റ്റോപ്പിലെത്തി. ബാക്കിയിട്ടുള്ള അക്കപ്പാക്ക വിശേഷവുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.